എറണാകുളത്തേക്ക് ജില്ലയിലേക്ക് എപ്പോഴായിരിക്കും എത്തിക്കുക? അതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പക്ഷേ എന്തായാലും അത് കുറച്ചധികം സമയമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന അറസ്റ്റ് റെക്കോർഡ് ചെയ്യുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കഴിയും, എന്തായാലും ഉച്ച കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നാളത്തേക്ക് മാറുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയായ ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. ഇവിടെ അതിൻ്റെ ആലോചനാക്രമങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉടൻ ഉണ്ടാകുമെന്നാണ് മൂവാറ്റുപുഴ DSPയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ കേസിൽ അർജുനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കേസുകൾ നടക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം റൂറൽ പോലീസിലാണ്. അതിൽ ആദ്യത്തെ കേസ് കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസാണ്. അതിന് പിന്നാലെ ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കേസ് ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചതിന് സൈബർ പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസുകൾ. അങ്ങനെ 3 കേസുകളുണ്ട്. അപ്പോൾ ആ 3 കേസുകളിലും അറസ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യ 2 കേസുകളിൽ നോൺ ബെയിലബിൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്ത ശേഷം അർജുന് വീണ്ടും കസ്റ്റഡിയിലൊക്കെ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോകും. ഇപ്പോൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടത് അവിടുത്തെ നടപടികളാണ്. കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിന്റെ നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നുള്ള ടീം അങ്ങോട്ടേക്ക് എത്തി അർജുനുമായി തിരിച്ച് ആ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോലീസിന്റെ ഒരു വലിയ പരിശ്രമം ഇതിലുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നത്, അർജുനായെങ്കിൽ ഇത്രയും ദിവസം ഫോൺ ഉപയോഗിക്കുകയും ഇത്രയും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുകയും പോലീസിനെ തന്നെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തു. അർജുന് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് അർജുൻ കൃത്യമായി മറുപടിയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും ദിവസത്തിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പോലീസ് പിടികൂടി എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, വേണമെങ്കിൽ അങ്ങനെയും കൂടി വ്യാഖ്യാനിക്കാം. കാരണം പല ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലീസിന് അർജുൻ എവിടെയാണ് എന്ന് ഒരു തരത്തിലുള്ള ക്ലൂവും ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച വൈറ്റൽ ക്ലൂവിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. അപ്പോഴും കണ്ണൂരിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ മൊഴി നിർണായകമാവുകയും അങ്ങനെയാണ് അറസ്റ്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജിയസായ ഒരു കേസിൽ പോലീസ് നന്നേ വെള്ളം കുടിച്ചു എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രയും ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സംസ്ഥാന വ്യാപകമായി ആദ്യം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം ആരംഭിച്ചത് അർജുനെ പിടികൂടാൻ. അത് കൊച്ചി മധ്യമേഖലയൊക്കെ കേന്ദ്രീകരിച്ച അർജുൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് കേരള പോലീസിന്റെ തന്നെ അഭിമാന പ്രശ്നമായി മാറുകയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളോടും അലർട്ടായി ഇരിക്കാനൊക്കെ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. ഇതിന്റെ കേസിന്റെ തുടർ നടപടികളുണ്ട്. അതിനുശേഷം അർജുനെ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് എത്തിക്കും. ഇവിടെ എത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ എല്ലാം തുടക്കം ഇലക്ഷന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ ദിവസം അർജുനെ കോതമംഗലത്ത് നിന്ന് കോതമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയായിരുന്നു. അർജുനടക്കം 7 പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അന്ന് ചുമത്തിയ കുറ്റം അത് സംഘടിതമായ കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്താൻ ആ റിസോർട്ടിൽ മുറിയെടുത്തു എന്നുള്ളതായിരുന്നു അവർക്കെതിരെ ചുമത്തിയ കുറ്റം. പക്ഷേ ആ കേസ് ഒരു കള്ളക്കേസാണെന്നും താൻ അവിടെ സുഹൃത്തിന്റെ വിവാഹം കൂടാൻ എത്തിയതാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് അർജുൻ തുടർച്ചയായി കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഇട്ടത്. അതിനെതിരെ വീണ്ടും കോതമംഗലം പോലീസ് കേസെടുത്തു. അർജുന്റെ ജാമ്യം ആദ്യത്തെ കേസിലടക്കം റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെ അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ജാമ്യം തള്ളി. ആ ജാമ്യം തള്ളിയത് മാത്രമല്ല, ജസ്റ്റിസ് കൗസർ അടപ്പത്തിന്റെ ബെഞ്ചാണ് ജാമ്യ ഹർജി പരിഗണിച്ചത്. അർജുനെ ഉടൻ പിടികൂടേണ്ടത് ആവശ്യകതയാണ് എന്നുകൂടി ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് പോലീസ് അർജുനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് പോയത്. പക്ഷേ പിന്നീട് അർജുൻ കീഴടങ്ങാമെന്ന് ആദ്യഘട്ടത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം പോലീസുമായി ചില തർക്കങ്ങളിലേക്ക് പോവുകയും വേണമെങ്കിൽ പിടിക്കൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. തുടർച്ചയായി പിന്നീട് നമ്മൾ കണ്ടത് ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഒക്കെ മുഖ്യമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അർജുനെയാണ്. ഒപ്പം ഏറ്റവും അവസാനത്തെ അർജുന്റെ പോസ്റ്റ്, കടലിൽ അകപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ആ ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ കടലിൽ അകപ്പെട്ട ആളുകളെ പെട്ടെന്ന് കണ്ടെത്തിയാനേ, അത്രയും സന്നാഹം തനിക്കെതിരെ പോലീസിന്റെ സന്നാഹം തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോഴും ആ കടലിലുള്ള ആളുകളെ കണ്ടെത്തില്ല. അങ്ങനെ പൊളിറ്റിക്കലായി കൂടി അർജുന്റെ പോസ്റ്റുകൾ വരുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു വീഡിയോ സന്ദേശം അർജുൻ പുറത്തുവിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കേരള പോലീസിന് ഒരു വലിയ തലവേദന ഒഴിയുന്നു. അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഏകദേശം ഒരു 50-55 മണിക്കൂർ, ഈ വെല്ലുവിളികളൊക്കെ നടന്നിട്ട് ഒരു 50-55 മണിക്കൂറിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് അർജുന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് കണ്ണൂർ സിറ്റി പോലീസും റൂറൽ പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ അങ്ങോളം പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ വലിയ അലർട്ടായിരുന്നു. അവരുടെ ജില്ലകൾ അർജുൻ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അർജുൻ ആയെങ്കിൽ
ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ട് 4 പേരുടെ അറസ്റ്റാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേരും എറണാകുളത്ത് നിന്നും ഒരാൾ തൃശ്ശൂരിൽ നിന്നും 2 പേർ തൃശ്ശൂരിൽ നിന്നുമാണ്. അവർക്ക് ഇന്നലെ കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അവർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം അർജുന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ ഗുണ്ടകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷനും ഇന്നലെ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനും ഇന്നലെ ആഭ്യന്തര വകുപ്പ് നടത്തിയിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരുപാട് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അർജുൻ ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും എറണാകുളത്തേക്ക് അർജുനെ എത്തിക്കുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു, തുടരുക. നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അർജുന്റെ പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. കടലിൽ കാണേണ്ട ഇവരെ കിട്ടിയ കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നുള്ളതായിരുന്നു അർജുൻ ആയങ്കിയുടെ ചോദ്യം. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അജീഷ്, ഈ ടൗൺ പോലീസ് സ്റ്റേഷനിലാണല്ലോ നിലവിൽ അർജുൻ ആയങ്കി ഉള്ളത്. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച്? അജീഷ് ജയകുമാർ അല്പസമയത്തിനകം കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി നൽകും. അർജുൻ ആയങ്കി ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കണ്ണൂർ സിറ്റി പോലീസാണ് ആയങ്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അർജുൻ ആയങ്കി പിടിയിലായത് വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അവിടേക്ക് എത്തിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ നൽകിയ നിർണായക വിവരമാണ് അർജുന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. സംശയം തോന്നിയ ഡ്രൈവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ആ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്, സഞ്ചരിച്ചത് അർജുൻ ആയങ്കിയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീടുള്ള പോലീസിന്റെ നീക്കം. ഒടുവിൽ അർജുൻ ആയങ്കി പിടിയിലായി. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നുണ്ട്. അജീഷ്, ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണല്ലോ ഇപ്പോഴും അർജുൻ ആയങ്കി ഉള്ളത്. ഈ മറ്റ് നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും പോലീസിന് പൂർത്തിയാക്കുക അജീഷ്? എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിൽ അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇനി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക. അടുത്ത് തന്നെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയുള്ളത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. അതായത് എറണാകുളത്ത് നിന്ന് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. ഇനി അടുത്ത് എറണാകുളം പോലീസിന് കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കാരണം ഈ കേസിന്റെയൊക്കെ തുടക്കം തന്നെ കോതമംഗലത്ത് നിന്നായിരുന്നു. സ്വാഭാവികമായിട്ടും കോതമംഗലം പോലീസായിരിക്കും ഇനി തുടർ അന്വേഷണമൊക്കെ നടത്തുക. കണ്ണൂരിൽ എടുത്തത് ഒരു സൈബർ കേസ് മാത്രമായിരുന്നു. അത് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു കേസാണ് കണ്ണൂർ സൈബറിൽ എടുത്തത്. ആ കേസിൽ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സൈബർ ഇൻസ്പെക്ടർ എത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനു മുമ്പായിട്ടുള്ള മെഡിക്കൽ പരിശോധനകളടക്കം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അർജുൻ കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിൽ, ടൗൺ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പത്രമൊക്കെ വായിച്ച് ഇപ്പോഴും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ അകത്ത് അർജുൻ ആയങ്കി ഇരിപ്പുണ്ട്. എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ട് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് അഭിമാന പ്രശ്നം ഉയർത്തിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു അർജുൻ ആയങ്കി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ ADGP സംസ്ഥാനത്തെ എല്ലാ സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും റൂറൽ SP-മാർക്കും ഒരു നിർദ്ദേശം നൽകിയത്. അർജുനെ എത്രയും വേഗം തന്നെ പൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം നൽകി. ഇതിനായി പ്രത്യേക സ്ക്വാഡുകൾ തിരിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ലോ ആൻഡ് ഓർഡർ ADGP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും റൂറൽ SP-മാർക്കും സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ കണ്ണൂരിൽ റൂറൽ SP-യും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡായി തിരിഞ്ഞ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അർജുൻ ആയങ്കി ഒരു ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് തന്നെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ട എന്നുള്ള നിലയിൽ ഒട്ടനവധി അക്രമ കേസുകളിലും സ്വർണം പൊട്ടിക്കൽ കേസുകളിലൊക്കെ തന്നെ പ്രതിയായ ഒരു കേസിൽ സംസ്ഥാന പോലീസിനെ തന്നെ വെല്ലുവിളിച്ചൊരു ഘട്ടത്തിൽ പോലീസ് ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് തന്നെയായിരുന്നു ഏറ്റെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംസ്ഥാന വ്യാപകമായി
ഭാഗമായിട്ട് പരിശോധന നടത്തിയത്. എന്തായാലും കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് സംസ്ഥാനമൊട്ടാകെ തന്നെ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് 21 പേരെയാണ് സംസ്ഥാന പോലീസ് പ്രിവന്റീവ് കസ്റ്റഡിയിലെടുത്തത്. ഈ 21 പേരെ കസ്റ്റഡിയിലെടുത്തതിൽ നിന്നാണ് അർജുനുമായിട്ട് ബന്ധപ്പെടുന്ന വൈറ്റൽ ക്ലൂ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂരിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെ പോലീസ് പ്രിവന്റീവ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ പ്രിവന്റീവ് കസ്റ്റഡിയിലെടുത്ത ഒരു സമയത്തൊക്കെ തന്നെ പോലീസിനെ അന്വേഷണം വഴിതെറ്റിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് അർജുൻ കണ്ണൂരിൽ എത്തിയതിനു ശേഷം പിന്നീട് കർണാടകത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം നടത്താൻ ഈ കൂട്ടാളികൾ ശ്രമിച്ചിരുന്നു. അതിനുശേഷം അവിടെ കടന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷന് ശ്രമിക്കുന്നു എന്നുള്ളൊരു എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പോലീസിനെ വഴിതെറ്റിക്കാനായിട്ട്. പക്ഷേ പോലീസ് കണ്ണൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. അർജുനുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ പോലീസ് ചോദ്യം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂർ തളിപ്പറമ്പിൽ അർജുൻ ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചത്. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2:45 കണ്ണൂർ ടൗണിലുള്ള താളിക്കാവിലുള്ള അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ ആയങ്കി എത്തുന്നത്. ഈ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ ആയങ്കി എത്തി എന്നുള്ള വിവരം ലഭിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു മൊഴിയിൽ നിന്നാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് രാത്രി പുലർച്ചെ 2 മണിയോടെ അറസ്റ്റ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡും റൂറൽ എസ്.പിയുടെ സ്ക്വാഡും ഒക്കെ ചേർന്നാണ് ഈ അറസ്റ്റ് നടത്തിയത്. രാത്രി 2 മണിയോടെ ഈ നീക്കം നടത്തുന്നത്. അർജുൻ അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ പോലും അർജുനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പോലീസിന്റെ സർവേലൻസ് ആയിരുന്നു. അത് രാഷ്ട്രീയമായിട്ടും അയാളുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ പോലീസിന്റെ സർവേലൻസിൽ തന്നെയായിരുന്നു. കാരണം പോലീസിനൊരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു അർജുൻ ആയങ്കിയെ പിടികൂടാൻ കഴിയാത്തത്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ സംസ്ഥാനം ഒട്ടാകെ തന്നെ പോലീസിനെ വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റുകളിട്ട് വെല്ലുവിളിക്കുന്ന ഒരാളെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളതായിരുന്നു ലോ ആൻഡ് ഓർഡർ ADGP പോലീസിന് നൽകിയിരുന്ന, അതായത് ജില്ലയുടെ ചുമതലയുള്ള റൂറൽ എസ്.പിമാർക്കും സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും നൽകിയിരുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലയിലും അർജുനുമായി ബന്ധമുള്ള ആളുകൾ പോലീസിന്റെ സർവേലൻസിൽ തന്നെയായിരുന്നു. അർജുനെ രക്ഷിക്കുമെന്നുള്ള രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ സാധ്യതയുള്ള നേതാക്കൾ പോലും പോലീസിന്റെ സർവേലൻസിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് അർജുൻ ആയങ്കി ഇന്നലെ രാത്രിയോടെ പിടിയിലാകുന്നത്. അത് പോലീസിനെ കുറച്ചധികം വെള്ളം കുടിപ്പിച്ചെങ്കിലും പോലീസ് അവസാനം ഓടിച്ചിട്ട് പിടികൂടി അർജുനെ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. എന്തായാലും 2 ദിവസം മുമ്പ് അർജുൻ ആയങ്കി കണ്ണൂരിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ക്ലൂ കിട്ടുന്നത് തൃശ്ശൂരിലെ ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ്. സംസ്ഥാനമൊട്ടാകെ 21 പേരെ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട 21 പേരെ പോലീസ് പ്രിവന്റീവ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഈ 21 പേരെയും കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഈ ചിലരൊക്കെ തന്നെ അർജുൻ ആയങ്കി കർണാടകത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളൊരു നറേറ്റീവ് വരുത്തി തീർക്കാനൊരു ശ്രമം നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ. പക്ഷേ പോലീസ് അതിലൊന്നും വഴിപ്പെടാതെ അല്ലെങ്കിൽ അങ്ങനെ വഴിതെറ്റാതെ അർജുനെ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. അത് കണ്ണൂരിൽ മാത്രമല്ല സമീപ ജില്ലകളിലൊക്കെ തന്നെ പോലീസ് സർവേലൻസ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള വിവരം ലഭിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നാണ്. അർജുൻ ഈ കണ്ണൂർ താളിക്കാവിലുള്ള അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്നുള്ളൊരു മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുന്നു. പോലീസ് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അർജുൻ തന്നെയാണ് അവിടെ എത്തിയതെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ടാക്ടിക്കൽ മൂവ്. രാത്രി 2 മണിയോടെ തന്നെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ ആയങ്കി പിടിയിലാകുന്നത്. അതിനുശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ അർജുൻ ആയങ്കി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തായാലും സൈബർ പോലീസ് എടുത്ത കേസിൽ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. എറണാകുളം പോലീസിനെ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലായിരിക്കും നടക്കുക. പോലീസിനോട് ചോദിച്ചപ്പോൾ എറണാകുളത്ത് നിന്ന് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തും, അതിനുശേഷം അവർക്ക് കൈമാറും എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. അവരെപ്പോൾ എത്തും തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ വിവരമല്ല. എന്തായാലും ഉച്ചയോടെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എറണാകുളം പോലീസിന് കൈമാറിയേക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് കണ്ണൂരിൽ വെച്ചതിന് ശേഷം നാളെ കൈമാറുമായിരിക്കും. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തുടരുകയാണ്. സൈബർ പോലീസ് എടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇനി കോതമംഗലം പോലീസിന് കൈമാറുക. എന്തായാലും സംസ്ഥാനമൊട്ടാകെ തന്നെ പോലീസിനെ വെല്ലുവിളിച്ച, ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിച്ച ഒളിച്ചു കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് കണ്ണൂർ പോലീസിന്റെ നിർണായക നീക്കമാണ് അർജുൻ ആയങ്കിയെ വലയിലാക്കിയത്. ഓടിച്ചിട്ട് പിടികൂടി എന്നുള്ളതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒറ്റവാക്ക് പ്രതികരണം. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് അർജുൻ ആയങ്കിയെ കീഴടക്കിയത് എന്നുള്ളതായിരുന്നു
സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി പറഞ്ഞത്. അർജുൻ ആയങ്കിയോടും ഈ ഘട്ടത്തിൽ പ്രതികരണം തേടിയപ്പോൾ കടലിലുള്ളവരെ കിട്ടിയോ എന്നുള്ളൊരു പരിഹാസ ചോദ്യമായിരുന്നു അർജുൻ ആയങ്കിയുടെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഈ ഘട്ടത്തിലും സർക്കാരിനെ പരിഹസിക്കുകയാണ്, പോലീസിനെ പരിഹസിക്കുകയാണ് അർജുൻ ആയങ്കി. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിൽ ചർച്ചയായതായിരുന്നു അർജുൻ ആയങ്കിയുടെ ഈ ഒളിവ് ജീവിതം. ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ തന്നെ സമൂഹത്തെ പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും കോതമംഗലത്ത് തുടങ്ങിയ ഒരു സംഭവമായിരുന്നു. അകാരണമായി ജയിലിൽ കിടക്കേണ്ടി വന്നു. 21 ദിവസം ജയിലിൽ കിടന്നു. ആ കേസ് പുനരന്വേഷിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചത്. അതിലെ വൈകാരിക പ്രകടനമായിരുന്നു, അല്ലാതെ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അവസാനമായി അർജുൻ്റേതായിട്ട് പുറത്ത് വന്നൊരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പക്ഷേ പോലീസ് ഇത് സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു എടുത്തത്. അർജുൻ ഒളിവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റു ഗുണ്ടകളും സമാനമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസിന് അത് വലിയ ബുദ്ധിമുട്ടാവും, തലവേദനയാവും. അതുകൊണ്ട് അർജുനെ എത്രയും വേഗം പൂട്ടണം, അതെങ്ങനെയെങ്കിലും പൂട്ടണം എന്നുള്ളൊരൊറ്റ നിർദ്ദേശമായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി. അർജുനുമായി ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. അർജുന് സംരക്ഷണം നൽകാൻ സാധ്യതയുള്ള ആളുകൾ പോലും പോലീസിന്റെ സർവൈലൻസിലായിരുന്നു. കണ്ണൂരിലും അങ്ങനെ സർവൈലൻസിലായിരുന്നു. സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ അർജുനുമായി ബന്ധം ഉള്ള ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അർജുൻ കണ്ണൂരിലെ താളിക്കാവിൽ നിന്ന് പിടിയിലാകുന്നത്. 2 ദിവസമായി കണ്ണൂരിലെ തളിപ്പറമ്പിലെ ഒരു ബാറിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അർജുൻ. അവിടെ നിന്നുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ട പരാക്രമങ്ങളൊക്കെ തന്നെ ഏതായാലും ഇപ്പോൾ അർജുൻ ആയങ്കി അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ തന്നെ പോലീസിന് തലവേദനയാണ് അർജുൻ ആയങ്കി. സ്വർണം മുട്ടിക്കൽ മുതൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളുണ്ട്. നിരന്തരം ഇത്തരത്തിൽ വിവാദങ്ങൾ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.